ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ കിതാബുൽ ഫിഖ്ഹിൻ്റെ റിവിഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് 1ാമത്തെ പാഠം മുതൽ 11ാമത്തെ പാഠം വരെയാണ് ഈ എക്സാമിന് വരുന്നത്. അപ്പോൾ നമുക്ക് 6ാമത്തെ പാഠം വരെ പാദവാർഷിക പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ എക്സാമിൻ്റെ ചോദ്യപേപ്പറൊക്കെ മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് പാദവാർഷിക പരീക്ഷൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇവിടെ നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് പാഠങ്ങളൊന്നും കൂടി റിവിഷനാക്കാം. അപ്പം ഇവിടെ നമുക്കെന്താണ് ഫസ്റ്റ് വരുന്നത്, വിട്ടത് ചേർക്കാനാണ്. ഉളൂയിൻ്റെ ഫർളുകൾ തന്നിട്ടുണ്ട്, 1ഉം 5ഉം തന്നിട്ടുണ്ട്. ഉളൂയിന് 6 ഫർളുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡറിൽ അവിടെ താഴോട്ട് എഴുതി കൊടുക്കണം. 1 നിയ്യത്ത് ചെയ്യുക, 2 മുഖം കഴുകുക, 3 2 കൈയും മുട്ടോട് കൂടി കഴുകുക, 4 തലയിൽ നിന്ന് അല്പം തടവുക, 5 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക. ഈ 6 കാര്യങ്ങളും അവിടെ ഓർഡറിൽ എഴുതണം. 5ാമത്തത് നമുക്കവിടെ തന്നിട്ടുണ്ട്, 1ഉം തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ് അടുത്തത്, ശരി ടിക്ക് നൽകാനാണ്. ഉളൂയിൻ്റെ ഷർത്തുകൾ എത്രയാണ്? ഉളൂയിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു എന്നതിൽ നമ്മളവിടെ ടിക്ക് ചെയ്യണം. പിന്നെന്താണ്, അശുദ്ധികളെ ഉയർത്താൻ എന്ത് ചെയ്യണം? തുഹൂറായ വെള്ളം വേണം, തോഹിറായ വെള്ളം വേണം. ഇതാണ് അവിടെ ഓപ്ഷൻ. എന്താണ്? തുഹൂറായ വെള്ളം വേണം. അശുദ്ധിയെ ഉയർത്താൻ തുഹൂറായ വെള്ളം വേണം. ഇനി 2 തരത്തിലുണ്ട്. എന്താണ് 2 തരത്തിലുള്ളത്? ശുദ്ധി 2 തരത്തിലുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലും നജസിൽ നിന്ന് ശുദ്ധിയാവലും, ഇങ്ങനെ ശുദ്ധി 2 തരത്തിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ശുദ്ധിയാണ് 2 തരത്തിലുള്ളത്, ടിക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, വെട്ടുകിളിയുടെ ശവം നജസാണ്, നജസല്ല, തുഹൂറാണ്. എന്താണ്? വെട്ടുകിളിയുടെ ശവം നജസല്ല. മത്സ്യം, മനുഷ്യൻ, വെട്ടുകിളി ഇവ നജസല്ല, മനസ്സിലാക്കുക. മനുഷ്യൻ്റെ ശവം, വെട്ടുകിളി, മത്സ്യം ഇതൊന്നും നജസല്ലാതെ പഠിച്ചിട്ടുണ്ട്. അടുത്തത് എന്താണ്? ഉളൂ ഇല്ലാത്ത അവസ്ഥയാണ് എന്ത്? ഉളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. കുളി നിർബന്ധമായ അവസ്ഥയാണ് വലിയ അശുദ്ധി. അത് രണ്ടും മനസ്സിലാക്കണം. അടുത്തത്, വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുവാണ് എന്ത്? പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയവ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. അടുത്തതാ, നിത്യ അശുദ്ധിയുള്ളവർ. ആരാണ് ഈ നിത്യ അശുദ്ധിയുള്ളവർ? മൂത്രവാർച്ച പോലുള്ള ആളുകളാണ് നിത്യ അശുദ്ധിയുള്ളവർ. അവിടെ മനസ്സിലാക്കിയിട്ട് എഴുതാം. അടുത്തത് എന്താണ്? വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു എന്താണ്? ചായം, സോപ്പ് ഒക്കെ നമുക്ക് എഴുതാം. വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുവാണ്. അടുത്തത് പൂർത്തിയാക്കാനാണ്. ഉളൂ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട്. അവക്ക് ഉളൂഇൻ്റെ എന്താണ്? ഷർത്തുകൾ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പൂർത്തിയാക്കി കൊടുക്കണം. ഉളൂഇൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു. അടുത്തത്, നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ടു പിന്തിക്കാവതല്ല. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. അടുത്തതാ, നായ, പന്നി എന്നിവ കൊണ്ട് നജസായാൽ 7 തവണ കഴുകണം. അപ്പോൾ അത് എഴുതിയാൽ മതി, മനസ്സിലാക്കുക. അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അപ്പോൾ അവിടെ അതിൻ്റെ ബാക്കി അത് മാത്രം എഴുതിയാൽ മതി. അടുത്തത് എന്താണ്? 2 എണ്ണം എഴുതണം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് 2 എണ്ണം എഴുതുക. ഔറത്ത് മറക്കുക, കിബിലക്ക് മുന്നിടുക, സമയമായെന്നറിയുക, ഇതൊക്കെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എണ്ണം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 2 എണ്ണം എഴുതുക. ഇനി അടുത്തത് ഉത്തരം എഴുതാനാണ്. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണം.
ഇത് ആരുടെ കടമയാണ്? 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ എന്താണ്? അടിക്കണം. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. അടുത്തത് ഉളൂഇൻ്റെ 4ാമത്തെ ഷർത്ത് ഏത്? ഉളൂഇൻ്റെ ഷർത്തുകളും ഫർളുകളും ഓർഡറിൽ പഠിച്ചാലാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കണേ. 4ാമത്തെ ഷർത്ത് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. അടുത്തത് തൊഹൂറായ വെള്ളം ഏതാണ്? ഏതാണ് തൊഹൂറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തൊഹൂറ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തൊഹൂറ്. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. നിസ്കാരം ഡാഷ് തൂണാകുന്നു. എന്താണ്? നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു. അടുത്തത് ഉറക്കമോ മറവിയോ കാരണം ഡാഷ് നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. എന്ത് ചെയ്യുന്നു? ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. അപ്പോൾ അവിടെ മനസ്സിലാക്കുക. അപ്പോൾ അതൊരു മോഡലായിട്ടുള്ള നിങ്ങൾക്കൊരു റിവിഷനാണ് ഫസ്റ്റത്തെ 6 പാഠങ്ങളുടെ. അപ്പോൾ ഇനി ബാക്കിയുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും പാഠഭാഗങ്ങളും നമുക്കിതിൻ്റെ കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ യോജിച്ചത് ചേർത്ത് കൊടുക്കണം. നമുക്ക് അവിടേക്ക് എഴുതി കൊടുക്കാം. എന്താണ്? നിസ്കരിക്കേണ്ട സമയം. നിസ്കരിക്കേണ്ട സമയം എപ്പോഴാണ്? ആദ്യ സമയത്ത് നിസ്കരിക്കണം. അപ്പോൾ നമുക്കവിടെ ആദ്യ സമയം എന്നത് ഇവിടെ നിന്ന് ബോക്സിൽ നിന്ന് അവിടേക്ക് എടുത്ത് എഴുതി കൊടുക്കാം. പിന്നെന്താണ്? ഉളൂഇൻ്റെ ഷർത്തുകൾ. ഉളൂഇൻ്റെ ഷർത്തുകൾ എന്നത് നമുക്ക് ഈ ബോക്സിൽ നിന്ന് 5 ആകുന്നു. ഉളൂഇൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. ഇനിയോ സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കൽ എന്താണ്? കറാഹത്താണ്. സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. അടുത്തത് നിസ്കരിക്കുന്നവർ നല്ല വസ്ത്രം ധരിക്കൽ എന്താണ്? സുന്നത്താണ്. അടുത്തത് മക്കയിലുള്ള കഅബയാണ് എന്താണ്? കിബില. മക്കയിലുള്ള കഅബയാണ് കിബില. അടുത്തത് പുരുഷന് പട്ട് ധരിക്കൽ ഹറാമാണ്. അപ്പോൾ ഇത്രയും നമുക്ക് അവിടുന്ന് ബോക്സിൽ നിന്ന് അവിടേക്ക് പൂർത്തിയാക്കി കൊടുക്കണം. അശുദ്ധികൾ ഉയർത്താൻ തോഹിറായ വെള്ളം വേണം. ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ? അശുദ്ധികൾ ഉയർത്താൻ തൊഹൂറായ വെള്ളം. അശുദ്ധികൾ ഉയർത്താനും നജസുകൾ നീക്കാനും തൊഹൂറായ വെള്ളം തന്നെ വേണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് തെറ്റാണ്. അവിടെ തെറ്റ് ചെയ്യാം. അടുത്തത് തല മുഴുവനും തടവൽ ഉളൂഇൻ്റെ ഫർളാണ്. തല മുഴുവനും തടവൽ ഉളൂഇൻ്റെ സുന്നത്താണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. തലയിൽ നിന്ന് അല്പം തടവലാണ് ഉളൂഇൻ്റെ ഫർള്. അടുത്തത് മനി പുറപ്പെട്ടാൽ ഉളൂ മുറിയോ? മനി അല്ലാത്ത വല്ലതും പുറപ്പെട്ടാലാണ് ഉളൂ മുറിയുക. അപ്പോൾ അവിടെയും തെറ്റ്. ഇനിയോ വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം. അത് ശരിയല്ലേ? വിസർജന സ്ഥലത്തേക്ക് ഇടതുകാലും പുറത്തേക്ക് വരുമ്പോൾ വലതുകാലും വെച്ചാണ് പ്രവേശിക്കേണ്ടത്. അടുത്തതാ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ മുഖം കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത്. അപ്പോൾ അവിടെ മുഖം കൊണ്ട് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ അവിടെ തെറ്റിടുക. പിന്നെ മുഖം കൊണ്ടല്ല നെഞ്ഞുകൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത്. ഇനി 2 എണ്ണം വീതം എഴുതാനാണ്. എന്താണ്? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ ഉളൂ മുറിയുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. അപ്പോൾ ഇവിടെ 2 എണ്ണം എഴുതാം. ഉറക്കം, ഭ്രാന്ത് എന്നത്. അടുത്തതാ ഉളൂഇൻ്റെ ഫർളുകൾ. ഉളൂഇൻ്റെ ഫർളുകളിൽ നിന്ന് 2 എണ്ണം എഴുതണം. ഉളൂഇൻ്റെ ഫർള് 6 എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് 2 എണ്ണം എഴുതാനാണ്. നിയ്യത്ത് ചെയ്യുക, മുഖം കഴുകുക, അങ്ങനെ 2 എണ്ണം എഴുതാം. അടുത്തത് വിസർജന മര്യാദകൾ. എന്താണ്? വിസർജന മര്യാദകൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. എന്തൊക്കെയാണ്? നമ്മൾ പാഠഭാഗത്തിൽ കുറേ പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. ഖുർആന്, ദിക്ർ പോലുള്ള ആദരിക്കുന്നവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക, പാദരക്ഷ ധരിക്കുക, തല മറക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ചെറുത് 2 എണ്ണം എഴുതാം. പാദരക്ഷ ധരിക്കുക, തല മറക്കുക, കയറുമ്പോൾ ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക, പുറത്തേക്ക് വലതുകാൽ വെച്ച് പുറത്തിറങ്ങുക, അങ്ങനെയൊക്കെ 2 എണ്ണം എഴുതാം. അടുത്തത് നജസ്സുകൾ 2 എണ്ണം എഴുതണം. നജസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്?
മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, ലഹരിദ്രാവകം, നായ, പന്നി, ശവം തുടങ്ങിയവ നജസ്സുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 2 എഴുതി വെക്കുക. നമുക്കിവിടെ മലം, മൂത്രം, അത് 2 എഴുതാം. ഇനി അടുത്തത് ഉത്തരം എഴുതാനാണ്. ഉത്തരം എഴുതണം. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. നിസ്കാരം. അടുത്തത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്തു ചെയ്യണം? വുളൂ ചെയ്യണം. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളാണ് നിസ്കാരത്തിൽ. അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീയുടെ ഔറത്ത് ചോദിച്ചിട്ടാണെങ്കിലോ ശരീരം മുഴുവനും മറക്കേണ്ടതാണ്. ശരീരം മുഴുവനും മറക്കേണ്ടതാണ്. അടുത്തത് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ കിബിലയിലേക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ് ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ കിബിലയിലേക്ക് മുന്നിടേണ്ടത്? ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കിബിലയിലേക്ക് തിരിക്കണം. മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും കാലിൻ്റെ പള്ളകളും കാലിൻ്റെ പള്ളകളുമാണ്. നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവർ നെഞ്ഞുകൊണ്ടുമാണ് കിബിലയിലേക്ക് മുന്നിടേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്ത വ്യക്തമാക്കാനാണ്. തൊഹൂർ എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുണ്ടല്ലേ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ് തൊഹൂർ. അടുത്തത് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അതുപോലെ വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന്. അപ്പോൾ അതൊക്കെ പഠിക്കണം. ഇതുപോലെ എഴുതാൻ വന്നാൽ എഴുതാൻ കഴിയണം. ഇനി എന്താണ്? സുബ്ഹിയുടെ സമയം, നിസ്കാരത്തിൻ്റെ സമയങ്ങൾ നമ്മളൊരു പാഠത്ത് പഠിച്ചിട്ടുണ്ട്. സുബ്ഹിയുടെ സമയം എപ്പോഴാണ്? ഫജ്ർ സ്വാദിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. ഫജ്ർ സ്വാദിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. ഇഷായിൻ്റെതും മഗ്രിബിൻ്റെതും അസറിൻ്റെതും ളുഹറിൻ്റെതും ഒക്കെ ഇതുപോലെ വന്ന് നമുക്ക് എഴുതാൻ കഴിയണം. പൂർത്തിയാക്കാൻ വരാം. സൂര്യൻ മധ്യത്തിൽ നീങ്ങിയത് മുതൽ ഡാഷ് പൂർത്തിയാക്കി കൊടുക്കണം. എന്താണ്? സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ മധ്യാഹ്ന നിഴൽ ഒഴിച്ച് അതിൻ്റെ അത്ര ആകുന്നത് വരെയാണ് ളുഹറിൻ്റെ സമയം. ളുഹറിൻ്റെ സമയം കഴിഞ്ഞത് മുതൽ ഡാഷ് വരെയാണ് അസറിൻ്റെ സമയം. അപ്പോൾ അവിടെ എന്താണ്? സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്. മഗ്രിബിൻ്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭ മായുന്നത് വരെ. അപ്പോൾ ഇതൊക്കെ ചുവന്ന ശോഭ മായുന്നത് വരെയാണ് ഈ നിസ്കാരത്തിൻ്റെ സമയം. ഏത് നിസ്കാരം? മഗ്രിബ്. ഒക്കെ അങ്ങനെയൊക്കെ തിരിച്ചൊക്കെ ചോദ്യം വരാം. മനസ്സിലാക്കുക. അതിൽ യോജിപ്പിക്കാൻ വന്നതൊക്കെ മനസ്സിലാക്കിയാൽ മതി. അത് തിരിച്ച് ചോദ്യം വരും. സൂര്യൻ ഉദിക്കും മുമ്പുള്ള നിസ്കാരമാണ് ഏത്? സുബ്ഹ്. സൂര്യൻ അസ്തമിച്ച ഉടനെ ഉള്ളതാണ് എന്ത്? മഗ്രിബ്. സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അസറിൻ്റെ സമയം. സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുമ്പോഴുള്ളതാണ് എന്ത്? ളുഹർ. ചുവന്ന ശോഭ മാഞ്ഞത് മുതൽ ഇഷാ. അങ്ങനെയൊക്കെ അവിടുന്ന് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അടുത്ത ഇനി ക്രമത്തിലാക്കാനാണ്. നമുക്കിവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് തന്നിട്ടുണ്ട്. വുളൂഇൻ്റെ ദിക്ർ അല്ലേ? അപ്പോൾ അതെന്താണ്? നമ്മളത് ഓർഡർ തെറ്റിച്ചാണ് തന്നത്. അത് ഓർഡർ ആക്കിയിട്ട് താഴോട്ട് എഴുതുക കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എപ്പോഴാണ്? വുളൂ ചെയ്യുമ്പോഴാണ് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇതുപോലെ നമുക്ക് ബാത്റൂമിലേക്ക് കയറുമ്പോഴും ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ദിക്റൊക്കെ ഓർഡർ തെറ്റിച്ച് തരാം, ശരിയാക്കി എഴുതാൻ. അപ്പോൾ അതൊക്കെ ഇതേപോലെ നന്നായി മനസ്സിലാക്കി പഠിക്കണം. പിന്നെന്താണ്? ഓരോ ഉദാഹരണം വീതം എഴുതണം. തോഹിറായ വെള്ളത്തിന് നാരങ്ങാവെള്ളം, ജ്യൂസ്, തേങ്ങാവെള്ളം, ഇളനീര്, പനിനീർ വെള്ളം, ഇതൊക്കെ തോഹിറായ വെള്ളമാണ്. ഇനി തുഹൂർ ചോദിച്ചിട്ടാണെങ്കിലോ മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം,
ഒക്കെ തുഹൂറായ വെള്ളമാണ്. ഇനി വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തു, വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുവാണ് പശ, വെളന്നി, ഇങ്ങനെയുള്ള വസ്തുക്കൾ. അപ്പോൾ നമുക്കവിടെ ഒന്ന് എഴുതിയാൽ മതിയല്ലോ, പശ എഴുതാം. അടുത്തതാ ഇനി മറ്റൊരു മോഡൽ നമുക്ക് ഈ പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ളതെന്ന് നോക്കാം, വായിക്കാം. എന്താണ്? ശരിയും തെറ്റും അടയാളപ്പെടുത്താനായിട്ട് നമുക്ക് വരാം. എന്ത്? നിസ്കാരത്തിൽ ഉളൂ മുറിഞ്ഞാൽ നിസ്കാരം പൂർത്തിയാകുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതവിടെ തെറ്റായ കാര്യമാണ്. അടുത്തത് വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക. അത് ശരിയാണ്, വിസർജന സ്ഥലത്തേക്ക് ഇടതുകാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത്. ഇനി പുരുഷൻ പട്ടുധരിക്കൽ, ശരിയോ തെറ്റോ? തെറ്റാണ്, പുരുഷന് പട്ട് ധരിക്കാൻ പാടില്ല. ഇനിയോ സ്ത്രീ ശരീരം മുഴുവനും മറച്ച് പുറത്തിറങ്ങുന്നു, ശരിയല്ലേ? സ്ത്രീ ശരീരം മുഴുവനും മറച്ചാണ് പുറത്തിറങ്ങേണ്ടത്, അപ്പോൾ അവിടെ ശരിയാണ്. ഇനി മുഖം കഴുകുന്നതിന് മുമ്പാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, ശരിയാണോ? അപ്പോൾ അവിടെ നമ്മൾ നിയ്യത്തുകൾ ആരംഭത്തിൽ ഉളൂവിൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന നിയ്യത്തും മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ ഉളൂ എന്ന ഫർളിനെ വീട്ടുന്നു എന്ന നിയ്യത്തും ഉണ്ട്. അപ്പോൾ അവിടെ അത് ശരിയാണ്. അടുത്തത് നിസ്കാരത്തെ പിന്തിക്കാൻ പറ്റാത്ത കാരണമാണ് കളി. കളി നിസ്കാരത്തെ പിന്തിക്കാൻ പറ്റാത്തൊരു കാരണമല്ലേ? ഉറക്കം ഒക്കെ കാരണം നിസ്കാരത്തെ നമുക്ക് പിന്തിക്കാം, കളി കാരണം നിസ്കാരത്തെ പിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതവിടെ എന്താണ്? ശരിയാണ്. അപ്പോൾ നമുക്കവിടെ ശരി ഇടാം. അടുത്തത് ഉറക്കം തൂങ്ങിയാൽ ഉളൂ മുറിയും. ഉറക്കം തൂങ്ങിയാൽ ഉളൂ മുറിയോ? ഉറക്കം തൂങ്ങിയാൽ ഉളൂ മുറിയില്ല, ഉറക്കം തൂങ്ങിയാൽ ഉളൂ മുറിയില്ല. അപ്പോൾ അവിടെ മുറിയും എന്നത് നമുക്കവിടെ തെറ്റാണ് അല്ലേ? അപ്പോൾ അവിടെ തെറ്റ് ചെയ്യാം. അടുത്ത ഇനി 2 എണ്ണം വീതം എഴുതി കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ പാഠത്തിൽ പഠിച്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും 2 എണ്ണം വീതം എഴുതി കൊടുക്കാൻ വരും. ഉളൂ മുറിയുന്ന കാര്യങ്ങൾ, ഉളൂവിൻ്റെ സുന്നത്തുകൾ, ഉളൂവിൻ്റെ ഫർളുകൾ, വിസർജന മര്യാദകൾ, അദബുകൾ ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നത് ഉളൂവിൻ്റെ സുന്നത്തുകളാണ്. ഉളൂവിൻ്റെ സുന്നത്തുകൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് പാഠത്തിൽ. എന്തൊക്കെയാണ്? മിസ്വാക്ക് ചെയ്യുക, പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, നിയ്യത്ത് ഉച്ചരിക്കുക, 2 കൈയും മുട്ടിന് മുകളിലേക്ക് കയറ്റി കഴുകുക, തല മുഴുവനും തടവുക. ഇതൊക്കെ ഉളൂവിൻ്റെ സുന്നത്തുകളാണ്. അപ്പോൾ അതൊന്ന് 2 എണ്ണം എഴുതുക. അടുത്തത് എന്താണ്? പിന്നെ ഉളൂവിൻ്റെ ഫർളുകളിൽ നിന്ന് 2 എണ്ണം ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. നിയ്യത്ത് ചെയ്യുക, മുഖം കഴുകുക, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അതുപോലെ ഉളൂ മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനീയല്ലാത്ത വല്ലതും പുറപ്പെടുക, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക. നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 2 എണ്ണം എഴുതി കൊടുക്കാം. അതുപോലെ ഉളൂവിൻ്റെ ഷർത്തുകൾ, വെള്ളം തുഹൂറായിരിക്കുക, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക, അങ്ങനെ 2 എണ്ണം എഴുതാം. ശുദ്ധികൾ 2 തരത്തിലുണ്ട്. ഏതൊക്കെ? അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലും നജസിൽ നിന്ന് ശുദ്ധിയാവലും. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നിന്ന് 2 എണ്ണം. ഔറത്ത് മറക്കുക, കിബിലക്ക് മുന്നിടുക. എളുപ്പമുള്ള 2 എണ്ണം ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങളതൊക്കെ പാഠഭാഗം നന്നായി മനസ്സിലാക്കണം. ഉളൂവിൻ്റെ ഫർളുകൾ, നിയ്യത്ത് ചെയ്യുക, മുഖം കഴുകുക, അങ്ങനെയൊക്കെ 2 എണ്ണം വീതം എഴുതാൻ കഴിയണം. വിസർജന മര്യാദകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് വേർതിരിച്ചെഴുതാന്ന് പറഞ്ഞിട്ട് തരാം. എന്താണ്? ഉളൂവിൻ്റെ ഫർളും ഉളൂവിൻ്റെ സുന്നത്തുകളും വേർതിരിക്കാൻ തന്നാൽ നമുക്ക് വേർതിരിച്ചെഴുതാൻ കഴിയണം. ഉളൂവിൻ്റെ ഫർളുകൾ 6 എണ്ണം പഠിക്കണം, ഉളൂവിൻ്റെ സുന്നത്തുകളും മനസ്സിലാക്കിയാലാണ് എഴുതാൻ കഴിയുള്ളൂ. തല അല്പം തടവൽ ഉളൂവിൻ്റെ ഫർളാണ്. ചെവി തടവൽ ഉളൂവിൻ്റെ സുന്നത്താണ്. നിയ്യത്ത് ഉച്ചരിക്കൽ ഉളൂവിൻ്റെ സുന്നത്താണ്. നിയ്യത്ത് ചെയ്യുക, അതായത് നിയ്യത്ത് കരുതുക. മുഖം കഴുകുമ്പോൾ നിയ്യത്ത് കരുതൽ അത് ഫർളാണ്. അപ്പോൾ അവിടെ നിയ്യത്ത് ഉച്ചരിക്കുക, നിയ്യത്ത് കരുതുക എന്ന് ചോദ്യം മനസ്സിലാക്കണം. നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്തും കരുതൽ ഫർളുമാണ്. പിന്നെ മുഖം കഴുകൽ ഫർളാണ്. പിന്നെ മുൻകൈ കഴുകൽ സുന്നത്താണ്. കൈ 2 മുട്ടോട് കൂടി കഴുകൽ വന്നാൽ അത് ഫർളാണ്. അങ്ങനെ നമുക്ക് വേർതിരിക്കാൻ കഴിയണം. അടുത്ത ഇനി ഉത്തരം എഴുതാന്ന് പറഞ്ഞിട്ട് കിബില എന്ന് പറയുന്നത് എന്തിനെന്ന് വെച്ചാലോ, അപ്പോൾ നമ്മൾ 11ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മക്കയിലുള്ള
കഅബയാണ് കിബില. മക്കയിലുള്ള കഅബയാണ് കിബില. മക്കയിലുള്ള കഅബ അതാണ് കിബില. അത് എഴുതാം കേട്ടോ. അടുത്തത് എന്താണ്? മഗ്‌രിബിൻ്റെ സമയം ഏതാണ് എന്നാണ്. മഗ്‌രിബിൻ്റെ സമയം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എന്താണ് മഗ്‌രിബിൻ്റെ സമയം? സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുവന്ന ശോഭ മായുന്നത് വരെയാണ് മഗ്‌രിബ്. അപ്പോൾ ഇവിടെ സമയം ളുഹർ, അസർ, മഗ്‌രിബ് ഏത് മാറി വരാം, ഇശാ, സുബ്ഹ് ഒക്കെ മാറി വരാം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കട്ടോ. പിന്നെന്താണ്? അടുത്തത് എന്താണ്? നിസ്കാരത്തിൽ സ്ത്രീയുടെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത് പിന്നെ തുഹൂറ് എന്നാൽ എന്ത് അതും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കുക. പിന്നെ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ചൊല്ലേണ്ട ദിക്ർ എന്ത് ചൊല്ലണം എന്ന് ചോദിച്ചിട്ട് എഴുതാൻ വരാം. അപ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പാഠഭാഗത്തിൻ്റെ റിവിഷന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇത് ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിലൊക്കെ മാറുന്നതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കണം, കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.